ഹായ്, ഇപ്പം ഇന്നലെ പഠിപ്പിച്ചത് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലമാണ്. അപ്പോൾ ഒറിജിനലി നമ്മൾ റിയൽ ലൈഫിനെ പോലെ സെയിൽസ്മാൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊറിയർ എടുക്കുന്ന ചേട്ടന്മാർ വരില്ലേ. അപ്പം ആ ചേട്ടന്മാർ അവരുടെ കൊറിയർ ഹബ്ബിൽ നിന്ന് ഒരു കൊറിയർ എടുത്തിട്ട് അവർക്ക് കുറേ അഡ്രസ്സുകൾ കിട്ടും. അപ്പോൾ ആ അഡ്രസ്സ് ഷോർട്ടസ്റ്റ് ഏരിയ അങ്ങനെ എല്ലാ അഡ്രസ്സും ടച്ച് ചെയ്ത് തിരിച്ച് അവർ ഹബ്ബിൽ തിരിച്ചെത്തും. അതുപോലെ തന്നെ നമുക്ക് തന്നേക്കുന്ന നോട്ട്സിൽ നിന്നും ഷോർട്ടസ്റ്റ് റൂട്ട് വഴിയാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഒരു നോഡ് ഒരു വട്ടമേ പാസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പാസ് ചെയ്ത് എല്ലാ നോട്ട്സിൽ നിന്നും പാസ് ചെയ്തുകൊണ്ട് തിരിച്ച് ഹബ്ബിലെത്തുക. അപ്പോൾ ഷോർട്ടസ്റ്റ് വേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതുവഴി തിരിച്ച് എത്തണം. അപ്പോൾ നോട്ട്സ് എല്ലാം കവർ ചെയ്യുകയും വേണം, എന്നാൽ ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ പോകാൻ പാടുള്ളൂ. അപ്പം ബ്രാഞ്ച് ആൻഡ് ബോണ്ട് വഴി ഈ ഒരു എക്സാമ്പിളാണ് ഇന്നലെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെട്രിക്സ്. ആ മെട്രിക്സ് വെച്ച് പഠിപ്പിച്ചപ്പോൾ ഇതാണ് ഒറിജിനൽ മെട്രിക്സ്. ഇതിനെ പാരൻറ്റ് മെട്രിക്സ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. റിഡക്ഷനാണ് ചെയ്യേണ്ടത്. റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് റോ റിഡക്ഷനുമുണ്ട്, കോളം റിഡക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഇനീഷ്യൽ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കും. ഇനീഷ്യൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ആ കോസ്റ്റാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പം ഇതാണ് നമ്മുടെ ഒറിജിനൽ മെട്രിക്സ് അല്ലെങ്കിൽ പാരൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു റോ റിഡക്ഷനാണ്. റോ റിഡക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോയിൽ ഏറ്റവും സ്മോളസ്റ്റ് എലിമെൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ആ ഒരു സ്മോളസ്റ്റ് എലിമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ആ റോയിലെ ഓരോ എലിമെൻറ്റിൽ നിന്നും ആ സ്മോളസ്റ്റ് എലിമെൻറ്റിനെ മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയൊരു മെട്രിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഒറിജിനൽ മെട്രിക്സ്. അപ്പോൾ ഓരോ റോയിലെയും സ്മോളസ്റ്റ് എലിമെൻ്റ് ആണ്. അപ്പോൾ ഈ റോയിലെ സ്മോളസ്റ്റ് എലിമെൻറ്റ് 3 ആണ്, ഈ റോയിലെ സ്മോളസ്റ്റ് എലിമെൻറ്റ് 7, ഇതിലത് 1 ആൻഡ് ലാസ്റ്റ് റോയിലത് 2. അപ്പം ഈ സ്മോളസ്റ്റ് എലിമെൻറ്റ് എല്ലാത്തിൻ്റെയും കൂടെ സം ഇതാണ്. ഇതിനെ നമ്മൾ പറയുന്ന വാല്യൂ ആണ് കോസ്റ്റ് ഓഫ് പാരൻറ്റ്, റിഡക്ഷൻ കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഈ വന്നേക്കുന്ന സമ്മാണ് റിഡക്ഷൻ കോസ്റ്റ്. ഇതിപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ, ബിക്കോസ് നമ്മളിത് റിഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയൊരു മെട്രിക്സ് ഇതിലൂടെ നമ്മൾ ഈ തന്നേക്കുന്ന മെട്രിക്സ് ഒന്നെങ്കിൽ ഫുൾ ഇൻഫിനിറ്റി ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും റോയിലോ കോളത്തിലോ 0 വരുവാണെങ്കിൽ നമ്മൾ പിന്നെ റിഡക്ഷൻ ചെയ്യത്തില്ല. ആ ഒരു ലെവൽ വരെ നമ്മൾ റിഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് റിഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇതിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യാം. റിഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഓരോ റോയിൽ നിന്നും ഇപ്പോൾ ഈ റോയിൽ 3 ആണ് സ്മോളസ്റ്റ് എലിമെൻറ്റ്. അപ്പം ഇൻഫിനിറ്റി മൈനസ് 3 ഇൻഫിനിറ്റി തന്നെയാണ്. 10 മൈനസ് 3 7, 5 മൈനസ് 3 2, 3 മൈനസ് 3 0. അങ്ങനെ ഓരോ റോയിൽ നിന്നും അതിൻ്റെ സ്മോളസ്റ്റ് എലിമെൻറ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ പുതിയ മെട്രിക്സ് റെഡിയാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ഓരോ സ്മോളസ്റ്റ് എലിമെൻറ്റ് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സാണിത്. ഓക്കെ, ഈ ഒരു മെട്രിക്സ് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് റോ റിഡക്ഷൻ ആയിരുന്നല്ലോ ചെയ്തത്. അപ്പോൾ അടുത്ത മെട്രിക്സിനകത്ത് നമുക്ക് കോളം റിഡക്ഷൻ ചെയ്യാം. കോളം റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓരോ കോളത്തിലെയും സ്മോളസ്റ്റ് എലിമെൻറ്റിനെ നമുക്ക് എടുത്തെഴുതണം. അതല്ല, ആ ഒരു കോളത്തിൽ 0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണെങ്കിൽ ആ കോളത്തിന്, അല്ലെങ്കിൽ ആ റോ കേസ് ആയാലും കോളം കേസ് ആയാലും ഫുൾ ഇൻഫിനിറ്റി ആയിരിക്കണം മെട്രിക്സ്. അല്ലെങ്കിൽ ആ ഒരു കോളത്തിൽ ഒരു 0 എങ്കിലും, അറ്റ്ലീസ്റ്റ് 1 0 എങ്കിലും ഉണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിനെ ചെക്ക് ചെയ്യുമ്പം ഈ ഒരു കോളത്തിൽ 0 ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് റിഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓക്കെ. ഇതിനകത്തിൽ ഇൻഫിനിറ്റി ഉണ്ട്, പക്ഷേ ഫുൾ ഇൻഫിനിറ്റി അല്ല, 0 ഇല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിഡ്യൂസ് ചെയ്യണം. സോ റിഡ്യൂസ് ചെയ്യേണ്ട വാല്യൂ എത്രയാണ്? 1. സ്മോളസ്റ്റ് വാല്യൂ 1 ആണ്. ഇതിനകത്തിലും ഒരു ഇൻഫിനിറ്റി ഉണ്ട്, ഫുൾ ഇൻഫിനിറ്റി അല്ല, 0 ഇല്ല. അപ്പം ഇതിലെ സ്മോളസ്റ്റ് എലിമെൻറ്റ് 2 ആണ്. സോ ഇവിടെ നമുക്ക് റിഡ്യൂസ് ചെയ്യണം. ഈ ഒരു കോളത്തിൽ 0 ഉണ്ട്, അപ്പോൾ റിഡക്ഷൻ്റെ ആവശ്യം ഇല്ല. സോ ഈ 2 എണ്ണത്തിനെ നമുക്ക് റിഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത മെട്രിക്സ് എഴുതാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ റിഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നല്ലോ, 2 1 2 റിഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്നു. അതിൽ നിന്ന് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു കിട്ടിയ മെട്രിക്സാണിത്. ഇനി ഈ മെട്രിക്സിന് നമുക്ക് ഓരോ മെട്രിക്സിനെ റിഡ്യൂസ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഇതിനെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കോളം വൈസോ റോ വൈസോ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ റോ ആയിരുന്നു ചെയ്തത്, പിന്നെ കോളം. ഇപ്പോൾ ഇതിനെ റോ വൈസ് ചെയ്ത് നോക്കാം. ഇതിനെ റോ വൈസ് ചെയ്ത് നോക്കിയാലും ഈ ഒരു റോ എടുത്താൽ അതിനകത്ത് 0 ഉണ്ട്. അപ്പോൾ റിഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഒരു 0 എങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ആ റോയെ നമുക്ക് റിഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നെക്സ്റ്റ് നമുക്ക് റോ നോക്കിയാൽ അതിനകത്തിലും 0 ഉണ്ട്. അപ്പം റിഡ്യൂസ് ചെയ്യേണ്ട. അടുത്ത റോയിലും 0 ഉണ്ട്.
റെഡ്യൂസ് ചെയ്യേണ്ട. 4th റോയിലും 0 ഉണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ ലാസ്റ്റ് സ്റ്റേജ് റെഡ്യൂസ് ചെയ്യേണ്ടാത്ത ഒരു സ്റ്റേജിലെ മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കും. അപ്പം നമ്മളിതിനകത്ത് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ റിഡക്ഷൻ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. റിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, എല്ലാ സ്മോളസ്റ്റ് എലിമെൻറ്റിനെ ആഡ് ചെയ്ത് വെച്ചിരുന്നത് 13. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ റെഡ്യൂസ് ചെയ്തിരുന്നു. ഇവിടെ 1 2 2 + 1 3. അപ്പം 3 ഇവിടുന്ന് റെഡ്യൂസ് ചെയ്തിരുന്നു അല്ലേ. നമ്മൾ ഈ മെട്രിക്സിൽ നിന്നല്ല ഈ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മെട്രിക്സിന് 13ഉം പിന്നെ കിട്ടിയ മെട്രിക്സിൽ നിന്ന് 3 ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്തത്. പിന്നെ കിട്ടിയ അവസാനത്തെ മെട്രിക്സിൽ നമ്മളൊന്നും തന്നെ റെഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പം ആ റെഡ്യൂസ് ചെയ്ത എലമെൻറ്റ്സിനെ ആഡ് ചെയ്യുന്ന കിട്ടുന്നതാണ് റിഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദി പാരൻ്റ് എന്നും പറയാം, റിഡക്ഷൻ കോസ്റ്റ് എന്നും പറയാം. ഇതിനെ നമുക്ക് റിഡക്ഷൻ കോസ്റ്റ് എന്നും പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് പാരൻ്റ് എന്നും പറയാം. ഓക്കെ, ഇതാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഇനി നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻസ് ഈ കോസ്റ്റ് ഓഫ് പാരൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം കിട്ടുന്ന നമ്മുടെ ഒറിജിനൽ മെട്രിക്സ്, അതായത് പാരൻ്റ് മെട്രിക്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റോ വൈസും റെഡ്യൂസ് ചെയ്യാം, കോളം വൈസും റെഡ്യൂസ് ചെയ്യാം. ഏതായാലും റോ വൈസ് ആണെങ്കിൽ ആ റോയിലെ സ്മോളസ്റ്റ് എലിമെൻറ്റ്, അതല്ല കോളം വൈസ് ആണെങ്കിൽ ആ കോളത്തിലെ സ്മോളസ്റ്റ് എലിമെൻറ്റിനെ സെലക്ട് ചെയ്യുക, അതാത് റോയിൽ നിന്നോ അല്ലെങ്കിൽ കോളമിൽ നിന്നോ അതിനെ മൈനസ് ചെയ്യുക, ആൻഡ് നെക്സ്റ്റ് മെട്രിക്സിനെ ഫോം ചെയ്യുക. ഓക്കെ, അപ്പം ലാസ്റ്റ് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം നമ്മൾ റെഡ്യൂസ് ചെയ്ത എല്ലാ എലമെൻറ്റ്സിൻ്റെ ആഡ് ചെയ്യുക, ആൻഡ് കിട്ടുന്ന വാല്യൂ ആണ് റിഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദി പാരൻ്റ് എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തത് ഈ മുകളിലുള്ള ഒറിജിനൽ മെട്രിക്സിനെ പാരൻ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞു. നമ്മളതിനെ റെഡ്യൂസ് ചെയ്ത് നമ്മളൊരു ഫൈനൽ സ്റ്റേജിലെത്തി. ഈ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സ്റ്റേജിലെത്തി റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മൾ ആ പാരൻറ്റിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ പാരൻ്റ് എന്താണ്? എ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഹബ്ബ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞുള്ള സെയിൽസ്മാൻ്റെ ഹബ്ബ് എ ആണ്. ഓക്കെ, സോ എ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിച്ചതാണ് ഈ പറഞ്ഞ 16. ഓക്കെ, ഇനി എക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ടത് ബിയും സിയും ഡിയിലോട്ടുമാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിച്ച് ആർക്കാണോ ഷോർട്ടസ്റ്റ് പാത്ത് ആദ്യം അങ്ങോട്ടായിരിക്കും ട്രാവേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കത് കണ്ടുപിടിക്കണമെങ്കിൽ 3ൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, 3ലോട്ടും പോകുന്നതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം കോസ്റ്റ് നമ്മൾ എ ടു ബിയും കണ്ടുപിടിക്കണം, എ ടു സിയും കണ്ടുപിടിക്കണം, ആൻഡ് എ ടു ഡിയും നമുക്ക് ആ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഈ എല്ലാ കോസ്റ്റും കണ്ടുപിടിക്കുന്നത് ഈ മുകളിൽ തന്ന അതേ രീതിയിലാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകേണ്ടത്. ഓക്കെ, സോ എയുടെ കോസ്റ്റ് അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അന്നേരം ഈ എ ടു ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എ ടു ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാം. എ ടു ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന മെട്രിക്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അവസാനത്തെ കിട്ടിയ മെട്രിക്സ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു മെട്രിക്സിനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത പാരൻറ്റിൻ്റെ അവസാനത്തെ മെട്രിക്സ് ആണ് നമ്മുടെ റെഫറൻസ് മെട്രിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു മെട്രിക്സിനെ വെച്ചാണ് നമ്മൾ ഈ അടുത്ത കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് എയുടെ അവസാനത്തെ മെട്രിക്സ് ഇതല്ലേ, പാരൻറ്റിൻ്റെ റിഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസാനത്തെ മെട്രിക്സ് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് മെട്രിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഈ മെട്രിക്സിനെ ഉപയോഗിച്ചാണ് നമ്മൾ ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു കേസിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയുടെ റോ മൊത്തം ഇൻഫിനിറ്റി ആക്കി മാറ്റും. ദാറ്റ് മീൻസ് ആ ഒരു റോ മൊത്തവും നമ്മൾ ഇൻഫിനിറ്റി ആക്കും, ആൻഡ് ബിയുടെ കോളമും ഇൻഫിനിറ്റി ആക്കും. ഓക്കെ, ബിയുടെ കോളം ഇൻഫിനിറ്റി ആക്കും. മൂന്നാമത്തെ കണ്ടീഷൻ ബി ടു എ എന്ന് പറഞ്ഞ പോയിൻറ്റിനെ നമ്മൾ ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്യും. ബി ടു എ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം ഈ മെട്രിക്സിൽ ബാക്കി വാല്യൂസ് ഈ മെട്രിക്സിൽ സെയിം തന്നെ നമ്മൾ കോപ്പി ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടിയൊരു മെട്രിക്സാണ് ഈ ഒരു മെട്രിക്സ്. കണ്ടില്ലേ, എ മൊത്തവും നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു, ആൻഡ് ദെൻ നമ്മൾ സെറ്റ് ചെയ്ത് ബിയുടെ കോളം മൊത്തം ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു. ബി ടു എ എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ്, അവിടെ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസിൻ്റെ മെട്രിക്സ്, ഇതാണ് നമ്മുടെ റെഡ്യൂസ് ചെയ്ത മെട്രിക്സ്. അപ്പോൾ ആ റെഫറൻസ് ചെയ്ത മെട്രിക്സിൽ നിന്ന് റെഫർ ചെയ്ത മെട്രിക്സ് മുകളിലുണ്ട്. ഓക്കെ, അപ്പം എ മൊത്തം നമ്മൾ ഇൻഫിനിറ്റി ആക്കി, ഇതാണ്ടേ ബിയുടെ കോളം ഇൻഫിനിറ്റി ആക്കി, ബി ടു എ പോയിൻ്റ് ഇൻഫിനിറ്റി ആക്കി. ബാക്കിയുള്ള പോയിൻറ്റ്സിൽ മുകളിൽ 2 0 ആയിരുന്നു, സി പോയിൻറ്റിൽ 0 ആയിരുന്നു, പിന്നെ 8 4
ഇവിടെ 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സ്ഥലം എല്ലാം ആ മെട്രിക്സിനെ നമ്മൾ കോപ്പി ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ പുതിയ മെട്രിക്സ്. ഇനി നമ്മൾ ഈ മെട്രിക്സിനാണ് റെഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് നോക്കിയാലോ, റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം റോ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു റോ ഫുള്ളും ഇൻഫിനിറ്റിയാണ്, അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു റോയ്ക്കകത്ത് 0 ഉണ്ട്, അപ്പം റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. മൂന്നാമത്തെ റോ നോക്കാം, അവിടെയും 0 ഉണ്ട്, അപ്പോൾ ആ റോയും നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പം 3ഉം ചെയ്യേണ്ട. അവസാനത്തിനകത്തും 0 ഉണ്ട്, അപ്പോൾ റെഡ്യൂസ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റിൽ പണി ഒന്നും തന്നെ ഇല്ല, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ ഒന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് എ ടു ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എ ടു ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ടു ബി യുടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഓഫ് പാരൻറ്റ്. ഈ കോസ്റ്റ് ഓഫ് പാരൻ്റാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഈ റിഡക്ഷൻ കോസ്റ്റ്. ഓക്കെ, ഈ റിഡക്ഷൻ കോസ്റ്റാണ് കോസ്റ്റ് ഓഫ് പാരൻറ്റ്. പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടത് റിഡക്ഷൻ കോസ്റ്റ്. ഇപ്പം നമ്മൾ ഈ ഒരു മെട്രിക്സിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ റെഫറൻസ് മെട്രിക്സിൽ നിന്ന് നമ്മൾ ഈ ഒരു മെട്രിക്സിലേക്ക് വന്നപ്പം എല്ലാ ഇൻഫിനിറ്റിയും 0 ഒക്കെ ആണ്, നമുക്ക് ഇതിനകത്ത് റിഡക്ഷൻ വാല്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ റിഡക്ഷൻ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ വന്നില്ല, പക്ഷേ എല്ലാ മെട്രിക്സും അങ്ങനെ വരണമെന്നില്ല. ചില മെട്രിക്സുകളിൽ അങ്ങനെ വാല്യൂ വരാം. അപ്പോൾ ഇതിൽ വന്നില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ റിഡക്ഷൻ വാല്യൂ 0 ആണ്. ഓക്കെ, സോ നമ്മുടെ എ ബിയുടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പാരൻറ്റ് പ്ലസ് നമ്മൾ ചെയ്യുന്ന മെട്രിക്സിൻ്റെ റിഡക്ഷൻ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് എ ബി. ഇതിനകത്തിൽ എ ടു ബി വന്നേക്കുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പം എ ടു ബി ഇൻഫിനിറ്റി വന്നപ്പോൾ 0 എന്ന് എടുക്കാൻ പറ്റും. സോ ആ ഒരു പോയിൻറ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ എ ടു ബിയുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് പാരൻറ്റ് എന്തായിരുന്നു? 16 ആയിരുന്നു. ഓക്കെ, എ ടു ബി. ഓക്കെ, എ ടു ബി പോയിൻറ്റ്, റെഫറൻസ് പോയിൻറ്റ്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മളെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് കോസ്റ്റ് ഓഫ് പാരൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച പാരൻറ്റിൻ്റെ കോസ്റ്റ് പ്ലസ് നമ്മൾ ഇപ്പോൾ റെഡ്യൂസ് ചെയ്തതിൻ്റെ റിഡക്ഷൻ കോസ്റ്റ് ഇവിടെ ഒന്നും ഇല്ല, അപ്പോൾ ആ റിഡക്ഷൻ കോസ്റ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് എ ടു ബി. ഈ കോസ്റ്റ് ഓഫ് എ ടു ബി നമ്മൾ എടുക്കുന്ന റെഫറൻസ് മെട്രിക്സിൻ്റെ ആണ്. ഓക്കെ, റെഫറൻസ് മെട്രിക്സിൻ്റെ കോസ്റ്റ്, ആ ഒരു പോയിൻറ്റ് നമ്മുടെ ഇവിടുത്തെ റെഫറൻസ് മെട്രിക്സ് എന്തായിരുന്നു? ഇതായിരുന്നു. സോ അവിടുന്ന് എ ടു ബി, എ ബി പോയിൻ്റ് ഏതാണ്? ഇതാണ്, 6 ആണ്. വാല്യൂ എന്താണ്? 6. കോസ്റ്റ് ഓഫ് പാരൻറ്റ് എന്താണ്? കോസ്റ്റ് ഓഫ് പാരൻറ്റ് നമ്മുടെ 16 ആയിരുന്നു. ഓക്കെ, ഈ ഒരു മെട്രിക്സിൽ നമ്മൾ റിഡക്ഷൻ കോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. സോ എ ടു ബിയുടെ കോസ്റ്റാണ് 16 പ്ലസ് 0 പ്ലസ് 6, ദാറ്റ് ഈസ് 22. സോ എ ടു ബി, ദാറ്റ് മീൻസ് നമ്മുടെ എ ടു ബിയിൽ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന കോസ്റ്റാണ് 22. ഓക്കെ, ഇതാണ് നമ്മുടെ റിഡക്ഷൻ കോസ്റ്റ് എ ടു ബി. ഇതേ രീതിയിൽ അപ്പം എ ടു ബി വന്നാലും എ ടു സിയും എ ടു ഡിയും ഈ 3 കേസിലും റെഫറൻസ് മെട്രിക്സ് ഈ ഒരു മെട്രിക്സ് തന്നെയാണ്. ഓക്കെ, ഈ 3 കേസിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മുടെ റെഫറൻസ് മെട്രിക്സ് എന്താണ്? ഇത് തന്നെയാണ്. സോ നമ്മൾ എ ടു ബി നമ്മൾ കണ്ടുപിടിച്ചു. ഇൻ ദ സെയിം വേ നമുക്ക് എ ടു സിയും കണ്ടുപിടിക്കണം. അപ്പോൾ എ ടു സി കണ്ടുപിടിക്കുമ്പോഴും എന്താണ്? എ ടു സി കണ്ടുപിടിക്കുമ്പോഴും എയുടെ ഫുൾ റോയും നമ്മൾ ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. സിയുടെ ഫുൾ കോളം നമ്മൾ ഇൻഫിനിറ്റി ആക്കി സെറ്റ് കൊടുക്കണം. പിന്നെ സി ടു എ എന്ന് പറഞ്ഞ പൊസിഷനും നമ്മൾ ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള പൊസിഷൻസ് എല്ലാം നമുക്ക് നമ്മുടെ റെഫറൻസ് മെട്രിക്സിൽ നിന്ന് അതുപോലെ തന്നെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. എ ടു ബി ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എയുടെ റോ മൊത്തം നമ്മൾ ഇൻഫിനിറ്റി ആക്കി, ബിയുടെ കോളം മൊത്തം ഇൻഫിനിറ്റി ആക്കി, ആൻഡ് ബി ടു എ ആയിരുന്നു ഇൻഫിനിറ്റി ആക്കിയത്. ഓക്കെ, സോ അതുപോലെ തന്നെ നമ്മൾ എ ടു സി കണ്ടുപിടിക്കുമ്പോഴും എയുടെ റോ എല്ലാം നമ്മൾ ആദ്യം എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ റോ മൊത്തം ഇൻഫിനിറ്റി ആക്കി കൊടുക്കും. നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അതിൻ്റെ കോളം ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. ആൻഡ് ദെൻ നമ്മളിത് അങ്ങോട്ട് പോവല്ലേ, അപ്പോൾ ഓപ്പോസിറ്റും നമുക്ക് നോക്കണ്ടേ, അതുകൊണ്ട് സി ടു എ എന്നുള്ള പോയിൻറ്റിനെ നമ്മൾ ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ സി ടു എ എന്നാവുമ്പം ഈ ഒരു പൊസിഷന് നമ്മൾ ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതാണ്ട് എയുടെ റോ മൊത്തം ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു, സിയുടെ കോളം മൊത്തം ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു, ആൻഡ് സി ടു എ എന്ന് പറഞ്ഞ പോയിൻറ്റും ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു.
ബാക്കിയെല്ലാം നമ്മൾ റെഫറൻസ് മെട്രിക്സിൽ നിന്ന് അതുപോലെ ബാക്കി പൊസിഷൻസിൻ്റെ വാല്യൂസ് നമ്മൾ കോപ്പി ഡൗൺ ചെയ്യും. ആൻഡ് നൗ ഈ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഓരോ മെട്രിക്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് റെഡ്യൂസ് ചെയ്യാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ മൊത്തം ഇൻഫിനിറ്റി ആണ്, അപ്പോൾ റിഡക്ഷൻ്റെ ആവശ്യം ഇല്ല. രണ്ടാമത്തെ ഈ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടിയത് എവിടെ നിന്നാണെന്ന് അറിയാമല്ലോ, നമ്മുടെ റെഫറൻസ് മെട്രിക്സിൽ നിന്നും നമ്മൾ ഈ ഒരു രീതിയിൽ എ റോയും സിയുടെ കോളം ഇൻഫിനിറ്റിയും സി ടു എ ഉള്ള പൊസിഷൻ ഇൻഫിനിറ്റി ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തു. ബാക്കി വാല്യൂസ് അതുപോലെ കോപ്പി ഡൗൺ ചെയ്ത് മെട്രിക്സ് കിട്ടിയ മെട്രിക്സ് ആണ് ഈ ഒരു മെട്രിക്സ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിഡക്ഷനിന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയുടെ ഫുൾ മെട്രിക്സും ഇൻഫിനിറ്റി ആയതുകൊണ്ട് റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബി എന്ന പൊസിഷനിലെ റോയിൽ നമുക്ക് നോക്കിയാൽ 0 ഉണ്ട്, അപ്പോൾ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ റോ നോക്കാം, ഇൻഫിനിറ്റി 4 ഇൻഫിനിറ്റി 8, 0 ഇല്ല, ഫുൾ ഇൻഫിനിറ്റി അല്ല. സോ ഇവിടെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ സ്മോളസ്റ്റ് എലമെൻറ്റ് എന്താണ്, 4 ആണ്. അപ്പോൾ റിഡക്ഷൻ കോസ്റ്റ് എത്ര ആവും, 4. ഓക്കെ, ആൻഡ് നൗ അവസാനത്തെ റോ ചെക്ക് ചെയ്താലും 0 ഉണ്ട്, അപ്പോൾ അവിടെ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഈ ഒരു റോ മാത്രം റെഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ അടുത്ത മെട്രിക്സ് ആണ് ഈ ഒരു മെട്രിക്സ്. ഓക്കെ, സോ ഇതാണ്ടേ, ഇത് നമ്മൾ 4 - 4 ചെയ്തു. ആ ഫസ്റ്റ് 2 റോ അതുപോലെ തന്നെ കോപ്പി ഡൗൺ ചെയ്തിട്ടുണ്ട്, അവസാനത്തെ റോയും അതുപോലെ കോപ്പി ഡൗൺ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ റോ നമ്മൾ 4 മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഇതിൻ്റെ റിഡക്ഷന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് ഇൻഫിനിറ്റി ആണ്, ഇതിനകത്ത് 0 ഉണ്ട്, ഈ ഒരു കോളത്തിലും റോയിലും 0 ഉണ്ട്, ഈ ഒരു കോളത്തിലും 0 ഉണ്ട്. അപ്പം നമുക്ക് കോളം വൈസും ചെക്ക് ചെയ്യാം, റോ വൈസും ചെക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ആദ്യം റോ പിന്നെ കോളം അങ്ങനെ റോ ചെയ്താലും നല്ലതായിരിക്കും. അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞു തന്നത്. അപ്പം ഇതിപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്താലും ഇനി ഇതിനെ റെഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ നമുക്ക് ഈ ഒരു A to C കണ്ടുപിടിച്ചപ്പം നമുക്ക് റിഡക്ഷൻ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് റെഫറൻസ് മെട്രിക്സിൽ നിന്നും ഈ ഒരു മെട്രിക്സ് എത്തിയപ്പോൾ നമുക്കൊരു റിഡക്ഷൻ കോസ്റ്റ് 4 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നേരത്തെ A to Bയുടെ കോസ്റ്റ് കണ്ടുപിടിച്ചതുപോലെ തന്നെ നമുക്ക് A to Cയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാം. അതും സെയിം ആണ് കണ്ടുപിടിക്കുന്നത്. A to Cയുടെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ കോസ്റ്റ് ഓഫ് പാരൻറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് AC, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച് ഇപ്പോൾ റെഡ്യൂസ് ചെയ്ത് ആ മെട്രിക്സിൻ്റെ റിഡക്ഷൻ കോസ്റ്റ് ഇവിടെ 4 ആണല്ലോ, അപ്പം 4 പിന്നെ കോസ്റ്റ് ഓഫ് AC. ഓക്കെ, A to C പോയിൻറ്റിൻ്റെ വാല്യൂ ആ മെട്രിക്സിലെ, ഏത് മെട്രിക്സിലെ, റെഫറൻസ് മെട്രിക്സിലെ. അപ്പം നമ്മുടെ റെഫറൻസ് മെട്രിക്സിൽ A to C വരുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ കൊടുക്കണം. അപ്പം കോസ്റ്റ് ഓഫ് പാരൻറ്റ് എന്തുമായിരുന്നു, 16. കോസ്റ്റ് ഓഫ് AC മീൻസ് കോസ്റ്റ് ഓഫ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച മെട്രിക്സിൻ്റെ റിഡക്ഷൻ കോസ്റ്റാണ് 4. ഓക്കെ, പ്ലസ് കോസ്റ്റ് ഓഫ് AC. കോസ്റ്റ് ഓഫ് AC എന്ന് പറയുന്നത് പോയിൻറ്റ്, നമ്മുടെ റെഫറൻസ് മെട്രിക്സിൻ്റെ A to C എന്ന് പറഞ്ഞ പോയിൻറ്റ്, അത് 0 ആണ്. അപ്പം 16 + 4 + 0 = 20. സോ നമ്മുടെ A to C എന്ന് പറഞ്ഞ ട്രാവൽസ് ചെയ്തതിൻ്റെ കോസ്റ്റാണ് 20. ഓക്കെ, അപ്പോൾ നമ്മൾ A to B കണ്ടുപിടിച്ചപ്പോൾ 22 കിട്ടിയായിരുന്നു, A to C കണ്ടുപിടിച്ചപ്പോൾ 20 കിട്ടി. ഇൻ ദ സെയിം വേ ഇനി നമുക്ക് A to Dയും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ചെറിയ കോസ്റ്റ് ഉള്ളത് നമുക്ക് ആദ്യം എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ A to Bയും കണ്ടുപിടിച്ചു, A to Cയും കണ്ടുപിടിച്ചു. A to B 22 കിട്ടി, A to C നമുക്കിവിടെ 20 എന്നും കിട്ടി. ഇനി ഇതേപോലെ നമുക്ക് A to Dയും കണ്ടുപിടിക്കണം. A to D കണ്ടുപിടിക്കുമ്പോൾ ഇതുപോലെ തന്നെ A to D അല്ലേ, അപ്പോൾ Aയുടെ റോ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം, Dയുടെ കോളം ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ D to A എന്ന് പറഞ്ഞ ഈ ഒരു പോയിൻറ്റ്, മെട്രിക്സിലെ ഈ ഒരു പോയിൻറ്റും ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്കി വാല്യൂസ് അതുപോലെ കോപ്പി ഡൗൺ ചെയ്യണം. ഓക്കെ, ഇതാണ്ട് അപ്പോൾ ഈ ഒരു മെട്രിക്സാണ് നമുക്ക് കിട്ടുന്നത്. A റോ മൊത്തം ഇൻഫിനിറ്റി ആക്കി, D കോളം മൊത്തം ഇൻഫിനിറ്റി ആക്കി, ആൻഡ് D to A എന്ന് പറഞ്ഞ പോയിൻറ്റ് ഇൻഫിനിറ്റി ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെട്രിക്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, റെഡ്യൂസ് ചെയ്യുമ്പം നമുക്ക് ചെക്ക് ചെയ്യാം, ഇവിടെ മൊത്തം ഇൻഫിനിറ്റി ആണ്, അപ്പം റെഡ്യൂസ് ചെയ്യണ്ട. ഈ ഒരു റോയിൽ 0 ഉണ്ട്, റെഡ്യൂസ് ചെയ്യണ്ട. അടുത്ത റോയിലും 0 ഉണ്ട്, റെഡ്യൂസ് ചെയ്യണ്ട. നാലാമത്തെ റോയിലും 0 ഉണ്ട്, റെഡ്യൂസ് ചെയ്യണ്ട. അപ്പം ഈ ഒരു മെട്രിക്സ് നമുക്ക് ആദ്യത്തെ മെട്രിക്സിനെ പോലെ റെഡ്യൂസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ A to Dയുടെ റിഡക്ഷൻ കോസ്റ്റ് എന്താണ്, 0 ആണ്. ഓക്കെ, ഇവിടെ റിഡക്ഷന് ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് A to Dയുടെ കോസ്റ്റും കണ്ടുപിടിക്കാമല്ലോ. അതും സെയിം പോലെ തന്നെ കോസ്റ്റ് ഓഫ് പാരൻറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് AD, ഈ റിഡക്ഷൻ കോസ്റ്റ് പ്ലസ് A to
ഡി എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ എന്താണ് പോയിൻ്റ്, ആ മെട്രിക്സിലെ പോയിൻറ്റിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ എ ടു ഡിന്ന് എ ടു ഡി എന്ന് പറഞ്ഞതിൻ്റെ കോസ്റ്റ് എന്താണ്? എ ഡി 0 ആണ് അല്ലേ? റെഫറൻസ് മെട്രിക്സിൽ എ ടു ഡി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇവിടെ 0 ആണ്. അപ്പം നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് പാരൻറ്റ് എന്തായിരുന്നു? 16 ആയിരുന്നു. ഇവിടെ റിഡക്ഷൻ കോസ്റ്റ് ഒന്നുമില്ല, 0. എ ടു ഡി എന്ന് പറഞ്ഞ റെഫറൻസ് മെട്രിക്സിൻ്റെ പോയിൻറ്റും 0 ആണ്. സോ എ ടു ഡിയുടെ കോസ്റ്റ് എന്താണ്? 16 ആണ്. അപ്പം നമ്മുടെ വാല്യൂ എങ്ങനെ വന്നു? എ ടു ബി 22, എ ടു സി 20 ആൻഡ് എ ടു ഡി നമുക്ക് 16 ആണ് കിട്ടിയത്. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ്? ഏറ്റവും കുറവ് വാല്യൂ നമുക്ക് കിട്ടിയത് എ ടു ഡിയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം എവിടെ പോകുന്നത്? എ ടു ഡിയിലാണ് ആദ്യം ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ചിത്രം അപ്പോൾ ഇങ്ങനെ മാറും. ഇപ്പോൾ ബിയും സിയും എല്ലാം പോയല്ലോ. അപ്പോൾ എ ടു ഡി ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലേ? എ പാൻ കോസ്റ്റ് 16 ആയിരുന്നു. ഡി ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കിട്ടിയത് നമുക്ക് 16 ആണ്. ഇനി നമുക്ക് പോകാനുള്ളത് ബിയും സിയും ആണ്. ഓക്കെ, ഇനി ഡിയിൽ നിന്നും ബിയിലോട്ടും നമുക്ക് പോകാനുണ്ട്, സിയിലോട്ടും പോകാനുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പോലെ ഇനി ഡി ടു ബിയും നോക്കണം, ഡി ടു സിയും നോക്കണം. രണ്ടിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഷോർട്ടസ്റ്റ് കോസ്റ്റ് ഉള്ളത് സെലക്ട് ചെയ്യണം. എന്നിട്ട് മുമ്പോട്ട് പോകണം. ഓക്കെ, അപ്പം നമ്മുടെ സ്മോളസ്റ്റ് വാല്യൂ 16 ആയിരുന്നു. നമ്മളതുകൊണ്ട് എ ടു ഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതുപോലെ തന്നെ ഡി ടു ബിയും ഡി ടു സിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിലും ചെയ്യേണ്ട സെയിം തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് നെക്സ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ റെഫറൻസ് മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് നേരത്തെ ഇപ്പോൾ നമ്മൾ എ ടു ബിയും എ ടു സിയും എ ടു ഡിയും കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത റൂട്ട് ഏതായിരുന്നു? എ ടു ഡി ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ എ ടു ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു മെട്രിക്സ് അല്ലേ നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റെഡ്യൂസ് ചെയ്ത അവസാനം റിഡക്ഷൻ ഇല്ലാതെ വന്ന മെട്രിക്സ് അല്ലേ? അപ്പോൾ ഈ ഒരു മെട്രിക്സ് ആണ് നമ്മുടെ അടുത്ത താഴോട്ടുള്ള കണ്ടുപിടിക്കാനുള്ള റെഫറൻസ് മെട്രിക്സ് ഇതാണ്. ഇനി ഓക്കെ, നമ്മൾ ഫസ്റ്റ് റെഫറൻസ് മെട്രിക്സ് എടുത്ത് ഏതായിരുന്നു? പാരൻറ്റ് മെട്രിക്സിൻ്റെ റിഡക്ഷൻ പറ്റാത്ത മെട്രിക്സ് ആണ് നമ്മൾ റിഡക്ഷൻ മെട്രിക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എ ടു ഡി ആണ് നമ്മൾ പാത്ത് സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ആ പാത്തിൻ്റെ റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത അവസാനത്തെ മെട്രിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് റെഫറൻസ് മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എ ടു ഡിയുടെ ഈ ഒരു മെട്രിക്സ് ആണ് നമ്മൾ റെഫറൻസ് മെട്രിക്സ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെയും നമ്മൾ ഡി ടു ബി കണ്ടുപിടിക്കുമ്പോൾ ഡിയുടെ റോ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും, ബിയുടെ കോളം ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും, ആൻഡ് ബി ടു ഡി എന്ന് പറഞ്ഞ പോയിൻറ്റിനെ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് സെയിം രീതിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് കണ്ടില്ലേ, നമ്മൾ എയിൽ നിന്ന് ഡിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഡിയിൽ നിന്ന് ഇനി ബിയിലോട്ടും സിയിലോട്ടും ഉള്ള കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിയിൽ നിന്ന് ബിയിലോട്ട് പോകുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മൾ ഡിയിൽ നിന്ന് എടുത്തേക്കുന്ന റെഫറൻസ് മെട്രിക്സ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? എ ടു ഡി എന്ന് പറഞ്ഞ മെട്രിക്സിൽ നിന്നാണ്. എ ടു ഡി കണ്ടുപിടിച്ചപ്പോഴാണ് കിട്ടിയത്. ആ മെട്രിക്സ് ആണ് നമ്മുടെ റെഫറൻസ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഡി ടു ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്കപ്പോൾ അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് റെഫറൻസ് മെട്രിക്സിൻ്റെ എ റോ. ഓക്കെ, ഫസ്റ്റിൽ തന്നെ നമ്മൾ റോ അല്ലേ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഡിയുടെ പകരം നമുക്ക് എ ടു ഡി എഴുതാമല്ലോ. അപ്പോൾ എയുടെ റോയും ഡിയുടെ റോയും ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുക, ബിയുടെ കോളമും ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുക. അത് പോരാതെ ബി ടു എ പോയിൻറ്റും ഇൻഫിനിറ്റി ആക്കുക, ബി ടു ഡി പോയിൻറ്റും ഇൻഫിനിറ്റി ആക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണ്? ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് എ ടു ഡിയുടെ ഈ റെഫറൻസ് ആയിട്ട് എടുത്ത മെട്രിക്സിനകത്താണ് നമ്മൾ ഈ ചേഞ്ചസ് എല്ലാം വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചെയ്യണം? എയുടെ റോ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യണം, ഡിയുടെ റോ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യണം, ബിയുടെ കോളം ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യണം. അതുപോരാതെ ബി ടു എ പോയിൻറ്റ് മെട്രിക്സിൻ്റെയും ബി ടു ഡി പോയിൻറ്റ് റെഫറൻസിൻ്റെയും ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഈ എഴുതിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പിന്നെ ഒന്നും കൂടി ചോദിച്ചാൽ മതി. ഇന്നലെ മിസ്സ് പഠിപ്പിച്ചപ്പോൾ അന്നേരം എഴുതിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് നമുക്ക് റെഫറൻസ് മെട്രിക്സിൽ വരുത്തേണ്ടത്. ഓക്കെ, ആ റെഫറൻസ് മെട്രിക്സ് ഇത്രയും ചേഞ്ചസ് വരുത്തിയതിന് ശേഷം കിട്ടുന്ന മെട്രിക്സാണ് ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ റെഫറൻസ് മെട്രിക്സ്. ഞാൻ അപ്പുറത്തുനിന്ന് ഈ ഒരു മെട്രിക്സ് ഇല്ലായിരുന്നു നമ്മുടെ എ ടു ഡി മെട്രിക്സ്, അത് ഞാൻ ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതിയതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ റെഫറൻസ് മെട്രിക്സിനകത്ത്
ഈ ഒരു റെഫറൻസ് മെട്രിക്സിനകത്ത് നമ്മൾ ഇത്രയും ചേഞ്ചസും വരുത്തേണ്ടത്. ഓക്കെ, അത്രയും ചേഞ്ചസും വരുത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഇതാണ് നമ്മുടെ ഇ ടു ബിയുടെ മെട്രിക്സ് നമുക്ക് കിട്ടിയത്. ബിക്കോസ് ഇവിടെ റിഡക്ഷൻ ഒന്നും തന്നെ പറ്റത്തില്ല, നമുക്ക് റിഡക്ഷൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ഫുൾ ലൈനിൽ ഫുൾ ഇൻഫിനിറ്റി ആണോ, അല്ലെങ്കിൽ ആ ഒരു റോയിൽ ഒരു സീറോ എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിഡക്ഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മെട്രിക്സിന് നമുക്ക് നോ റിഡക്ഷൻ റിക്വയർഡ്, ഇവിടെ നമുക്ക് റിഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമുക്കിത് നിർത്താൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാം. കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പാരൻറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ കോസ്റ്റ് ഓഫ് ഡി ബി, ഈ ഒരു മെട്രിക്സിൻ്റെ റിഡക്ഷൻ കോസ്റ്റും പ്ലസ് ഡി ടു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെഫറൻസ് മെട്രിക്സിൻ്റെ പോയിൻ്റാണ് ഡി ടു ബി എന്ന് പറഞ്ഞ പോയിൻ്റ്. ഇവിടെ 0 ആണ്, അപ്പോൾ അത് 0. ഇതിനകത്ത് റിഡക്ഷൻ ഒന്നും വേണ്ടായിരുന്നു, അപ്പോൾ അവിടെ റിഡക്ഷൻ കോസ്റ്റും 0. പാരൻറ്റ് കോസ്റ്റ് 16 നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് 16 + 0 + 0 16. അപ്പം നമ്മുടെ ഡി ടു ബി ഇവിടെ റിഡക്ഷൻ നമ്മുടെ കോസ്റ്റ് കിട്ടിയ എത്രയാണ്? 16. ഓക്കെ, ഇതുപോലെ തന്നെ ഇനി നമ്മൾ ഡി ടു സിയും കണ്ടുപിടിക്കും. ഓക്കെ, ഡി ടു സിയും നമുക്ക് എഴുതാം. ഡി എന്താണ്? എ ടു ഡി. അത് ചെയ്തപ്പം കിട്ടിയ മെട്രിക്സ് അല്ലേ നമ്മുടെ ഡി ടു സി നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെയും എയുടെ റോ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും, ഡിയുടെ റോ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും, സിയുടെ കോളം നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഫറൻസ് ഇത് തന്നെയാണ്. ഓക്കെ, റെഫറൻസ് ഇതാണ്. അപ്പോൾ നമ്മൾ ഡി ടു സി ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഡി ടു സി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു ഇൻഫിനിറ്റി ആക്കേണ്ടത്? ഡി എന്താണ്? എ ടു ഡി. ഓക്കെ, സോ അപ്പം ഡി എന്തായിരുന്നു? എ ടു ഡി. സോ എയുടെ റോ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്നു, ഡിയുടെ റോ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്നു, സിയുടെ കോളം നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതുപോരാതെ തന്നെ സി ടു എ പോയിൻറ്റും നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്നു, സി ടു ഡി റെഫറൻസ് മെട്രിക്സിൻ്റെ സി ടു എയും സി ടു ഡി എന്ന 2 പോയിൻറ്റും കൂടി നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത് കിട്ടുന്ന സംഭവം എന്താണ്? നമുക്കിവിടെ അങ്ങനെ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണ്, അങ്ങനെ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇത്. കണ്ടില്ലേ, എയുടെ റോ മൊത്തം നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഡിയുടെ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു, സിയുടെ കോളം ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു, സി ടു എ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു, സി ടു ഡി ഓൾറെഡി ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതാണ് റെഫറൻസ് മെട്രിക്സ്. നമ്മുടെ ഈ ഒരു റെഫറൻസ് മെട്രിക്സിൽ നിന്ന് നമ്മൾ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടിയ മെട്രിക്സ് ആണിത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിലും ചെക്ക് ചെയ്യുന്ന പോലെ ഇതിനകത്തിന് നമുക്ക് റിഡക്ഷൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ നോക്കാമല്ലോ. ഫസ്റ്റ് റോ നോക്കുമ്പോൾ പിന്നെയും നമുക്ക് റിഡക്ഷൻ പറ്റില്ല, ഇൻഫിനിറ്റി ആണ്. സെക്കൻഡിൽ 1 ഉണ്ട്, അവിടെ ഇൻഫിനിറ്റി അല്ല, അവിടെ ഫുൾ ഇൻഫിനിറ്റി അല്ല, 0 ഇല്ല, റിഡക്ഷൻ ഉണ്ട്, അപ്പം 1. ഈ ഒരു റോയിലും റിഡക്ഷൻ പറ്റും 4. താഴത്തെ ഫുൾ ഇൻഫിനിറ്റി ആണ്, റിഡക്ഷൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ 2 റോയിലും സെക്കൻഡും തേർഡും റോയിലും റിഡക്ഷൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ റിഡക്ഷൻ കോസ്റ്റ് എത്രയായി? 4 + 1 5. ഓക്കെ, ഇത് നമുക്ക് അവസാനത്തെ കാൽക്കുലേഷന് വേണം. അപ്പം ഇത് 1 - 1 0 ആവും, ഇവിടെ 4 - 4 0 ആവും അല്ലേ? ഓക്കെ, അപ്പോൾ അത് ചെയ്തതിന് ശേഷം കിട്ടുന്ന മെട്രിക്സ് ആണ് നമുക്ക് ഈ ഒരു മെട്രിക്സ്. ഓക്കെ, അപ്പം ഫുൾ ഇൻഫിനിറ്റി 1 - 1 0 ആയി. അപ്പോൾ ഇതാണ് നമുക്ക് അവസാനം, ദാറ്റ് ഈസ് ഡി ടു സി ചെയ്തപ്പം കിട്ടിയ മെട്രിക്സ്. ഈ ഒരു സ്റ്റേറ്റിൽ നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുൾ ഇൻഫിനിറ്റി ആണ്, പറ്റില്ല. 0 ഉണ്ട്, പറ്റില്ല. ഇവിടെയും 0 ഉണ്ട്, പറ്റില്ല. താഴെ ഫുൾ ഇൻഫിനിറ്റി പറ്റില്ല. അപ്പോൾ ഇനി ഇവിടെ റിഡക്ഷൻ ഒന്നും പറ്റില്ല, ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിനി കോസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ കോസ്റ്റ് എങ്ങനെയായിരുന്നു? കോസ്റ്റ് ഓഫ് പാരൻറ്റ് 16 ആണ്, കോസ്റ്റ് ഓഫ് ഡി ടു സി അതാണ് നമ്മളിവിടെ ഡി ടു സി ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് റിഡക്ഷൻ കോസ്റ്റ് കിട്ടിയത്? 5 ആണ് കിട്ടിയത്. അപ്പം 5. പിന്നെ ഇനി എന്താണ്? ഡി ടു സിയുടെ പോയിൻ്റ് ആ മെട്രിക്സിൻ്റെ. അപ്പം നമ്മുടെ ഡി ടു സി പോയിൻ്റ് എത്രയാണ്? ഡി ടു സി പോയിൻ്റ് എത്രയാണ്? 4 ആണ്. റെഫറൻസ് മെട്രിക്സിൽ ഡി ടു സി പോയിൻ്റ് എത്രയാണ്? 4 ആണ്. അപ്പോൾ ആ 4 നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ 16 + 5 + 4 എത്രയാണ്? 25. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഡി ടു ബി ചെയ്തപ്പോൾ 16ഉം ഡി ടു സി കിട്ടിയപ്പോൾ 25 ആണ് കോസ്റ്റ് കിട്ടിയത് അല്ലേ? അങ്ങനെ ഒരു കോസ്റ്റ് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ഡി ടു ബി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയായിട്ട് മാറും?
അപ്പോൾ അത് ഞാൻ അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് നമുക്കുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എയിൽ ഡി സെലക്ട് ചെയ്തു. ഇനി ഇത് 1625 വന്നപ്പോൾ നമ്മൾ ഡി ബി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ എങ്ങനെയായിട്ട് മാറും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എ എടുത്തായിരുന്നു, എയിൽ നിന്ന് ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓക്കെ, 16 ആയിരുന്നു കോസ്റ്റ്. ഇനി അവിടെ നിന്ന് നമ്മളിപ്പം രണ്ടിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിച്ചു. ഡി ടു ബിയും കണ്ടുപിടിച്ചു, ഡി ടു സിയും കണ്ടുപിടിച്ചു. അപ്പോൾ ഡി ടു ബി ആണ് ലോവസ്റ്റ്. അപ്പോൾ നമ്മൾ ഡി ടു എന്താണ് ബി ആണ് സെലക്ട് ചെയ്തത് അല്ലേ. അവിടെയും കോസ്റ്റ് 16 ആണ്. ഇനി നമ്മൾക്ക് എവിടെയാണ് ട്രാവേഴ്സ് ചെയ്യാനുള്ളത്? ഓക്കെ, എ ബി സി ഡിയിൽ എ ഡി ബിയും കഴിഞ്ഞു. ഇനി സിയിലോട്ടുള്ള കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, ബി ടു സി കണ്ടുപിടിക്കണം. അപ്പം നമുക്കിനി എന്തോ ആവശ്യമുള്ളത്? ബി ടു സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ഈ ഒരു കോസ്റ്റും കൂടെ കിട്ടിക്കഴിയുമ്പം നമ്മുടെ ഈ ഒരു സെയിൽസ്മാൻസിൻ്റെ ഈ എക്സാമ്പിൾ മെട്രിക്സ് തീരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിലോട്ട് നമുക്കിനി പോവാം. ഓക്കെ, ഇനി നമ്മൾ ബി ടു സി ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ബി ടു സി എന്ന് പറയുമ്പം ഈ ബി എന്താണ്? ഈ ബിയിൽ നമ്മൾ എത്തിയത് എങ്ങനെയാണ്? എ ടു ഡി കണ്ടുപിടിച്ചു. ഓക്കെ, പിന്നെ ഡി ടു ബി ചെയ്തു. അങ്ങനെയാണ് നമ്മൾ സിയിലെത്തിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊത്തം കിട്ടിയ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ആണ്. അപ്പോൾ ഈ മെട്രിക്സ് ഏതാണ്? നമുക്ക് അവസാനം കിട്ടിയ ഇതാണ്. ഡി ടു സി ആണ് നമ്മൾ സെലക്ട് ചെയ്ത്. ഡി ടു ബി ആണ് നമ്മൾ സെലക്ട് ചെയ്തത് അല്ലേ. ഇത് ഡി ടു സി ആയിരുന്നു. ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് കിട്ടിയത് 25 ആയിരുന്നു. ഈ ഒരു മെട്രിക്സ് ആണ് ഡി ടു ബി. ഇതിൻ്റെ കോസ്റ്റ് കിട്ടിയത് നമുക്ക് 16 ആയിരുന്നു. അപ്പം ലോവസ്റ്റ് ആയതുകൊണ്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ആണ് നമ്മൾ ഇനി റെഫറൻസ് മെട്രിക്സ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. അതൊക്കെ റെഫറൻസ് മെട്രിക്സ് ഫോർ ദി നെക്സ്റ്റ് പ്രോസസ്സ്. നമ്മുടെ അടുത്ത പ്രോസസ്സിന് വേണ്ടിയിട്ട് റെഫറൻസ് മെട്രിക്സ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് ബി ടു സി കണ്ടുപിടിക്കുമ്പോൾ ഇനി നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് ഏതാണ്? ഈ ഒരു മെട്രിക്സിലാണ്. ഈ ഒരു മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് എത്തിയത്? എ ടു ഡി, ഡി ടു ബി, ഈ മൊത്തം പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടിയ മെട്രിക്സ് ആണല്ലോ ഇത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സാധനം. അപ്പോൾ ഈ 3 എണ്ണവും ഈ 3 റോയും ഇനി ഇൻഫിനിറ്റി ആക്കണം. ഇതിൻ്റെ കോളോ ഇൻഫിനിറ്റി ആക്കണം. ഓക്കെ, ഇത് 3ൻ്റെയും റോ ഇൻഫിനിറ്റി ആക്കണം, ഇതിൻ്റെ കോളോ ഇൻഫിനിറ്റി ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ടു സി ചെയ്യാം. അപ്പോൾ കണ്ടീഷൻ മനസ്സിലായല്ലോ. ഇനി ഇതിനകത്ത് എ റോ, ഡി റോ, ബി റോ 3നെ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യണം. സിയുടെ കോളോ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സി ടു എ, സി ടു ഡി, സി ടു ബി റെഫറൻസ് മെട്രിക്സിലെ ഈ 3 പോയിൻറ്റുകളും ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ആ ഫസ്റ്റ് നമ്മൾ മെട്രിക്സ് ചെയ്ത കണ്ടീഷൻ തന്നെയാണ് എല്ലാത്തിലോട്ടും നമ്മൾ ചെയ്ത് പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ റെഫറൻസ് മെട്രിക്സ്. അപ്പോൾ അപ്പുറത്തെ പേജിലാണ് ആ ഡി ടു ബിയുടെ കിടന്നത്. ഈ റെഫറൻസ് മെട്രിക്സ് ഞാൻ ഇങ്ങോട്ട് കോപ്പി ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഫറൻസ് മെട്രിക്സിലോട്ടാണ് നമ്മൾ ഈ ചേഞ്ചസ് എല്ലാം വരുത്തുന്നത്. ഓക്കെ, ഈ ചേഞ്ചസ് എല്ലാം വരുത്തിയതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു മെട്രിക്സ് ആണ് ഇത്. ഓക്കെ, ഇതിനകത്ത് നോക്കിക്കോളൂ. എ റോ മൊത്തം ഇൻഫിനിറ്റി ആക്കി. ഓക്കെ, പിന്നെ ഡി റോ മൊത്തം ഇൻഫിനിറ്റി ആക്കി, ബി റോ മൊത്തം ഇൻഫിനിറ്റി ആക്കിയിട്ടുണ്ട്. പിന്നെ സിയുടെ കോളം മൊത്തം ഇൻഫിനിറ്റി ആക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ സി ടു ബി, സി ടു ഡി, സി ടു എ അങ്ങനെ ഇൻഫിനിറ്റി നമ്മളാക്കി. ഈ കേസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫുൾ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഈ ഒരു മെട്രിക്സ് കാണുമ്പോഴേ നമുക്കറിയാം ഇവിടെ നമുക്ക് ഇനി റിഡക്ഷൻ ഒന്നും പറ്റില്ല. അങ്ങനെ നമ്മുടെ റിഡക്ഷൻ ഇവിടം കൊണ്ട് തീരുകയാണ്. അപ്പോൾ നമ്മുടെ ട്രാവേഴ്സലും തീർന്നല്ലോ. നമ്മുടെ 4 പോയിൻറ്റുകളും തീർന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടം കൊണ്ട് റിഡക്ഷൻ തീർന്നു. ഇനി ഇതിൻ്റെയും കൂടെ നമുക്ക് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് പാരൻറ്റ്, നേരത്തെ പോലെ തന്നെ കോസ്റ്റ് ഓഫ് പാരൻറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ കോസ്റ്റ് ഓഫ് ബി സി. ഇതല്ലേ ബി സി? ഈ ബി സിയുടെ റിഡക്ഷൻ കോസ്റ്റ് എത്രയാണ്? 0 ആണ് അല്ലേ. ഇതിൻ്റെ റിഡക്ഷൻ കോസ്റ്റ് 0 ആണ്. അപ്പോൾ ആ റിഡക്ഷൻ കോസ്റ്റ് 0 ആണ്. കോസ്റ്റ് ഓഫ് ബി ടു സി നമ്മുടെ റെഫറൻസ് മെട്രിക്സ് ഇതായിരുന്നു നമ്മുടെ റെഫറൻസ് മെട്രിക്സ്. ബി ടു സി എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്? 0 ആണ്. ആ പോയിൻറ്റിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 16 + 0 + 0 എത്രയാണ്? 16 ആണ്. അപ്പോൾ അവിടുത്തെ കോസ്റ്റ് എന്ത് വന്നു? 16 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ എങ്ങനെ ട്രാവേഴ്സ് പോയ എ ടു ഡി, ഡി ടു ബി, ബി ടു സി എല്ലാത്തിൻ്റെയും എന്താണ്? 16, 16, 16. ഓക്കെ, അപ്പം നമ്മുടെ കോസ്റ്റ് എത്രയാണ് വന്നേക്കുന്നത്? ഓക്കെ, നമ്മുടെ റിഡക്ഷൻ കോസ്റ്റ് എന്താണ് ഇവിടെ വന്നേക്കുന്നത്? 16 എന്നാണ് വന്നേക്കുന്നത്.
നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ ഇപ്പോൾ നമ്മൾ ഇത്രയും പ്രോസസ്സുകൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിയേക്കുന്നത്, ഈ 60 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയേക്കുന്നത്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അവസാനം ചെയ്യേണ്ടത് നമുക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്തിട്ടാണല്ലോ, നമ്മൾ ഇത്രയും റിഡ്യൂസ് ചെയ്തിട്ടാണല്ലോ ഈ ഓരോ കോസ്റ്റും കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയൊരു കോസ്റ്റ് ആണല്ലോ ഇത്, കണ്ടോ, എല്ലായിടത്തും 16 കിട്ടി. അപ്പോൾ നമ്മുടെ കോസ്റ്റ് എന്താണ്? 16 ആണ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാരൻറ്റ് മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സ്, ഒറിജിനൽ മെട്രിക്സ് അതേതാണ്? ഉണ്ട് ഈ ഒരു മെട്രിക്സിൽ നമ്മൾ എക്സാമ്പിൾ തുടങ്ങിയപ്പം തന്നൊരു മെട്രിക്സ് ഇല്ലേ, ഈ ഒരു മെട്രിക്സ് എടുക്കുക. ഓക്കെ, ഈ ഒരു മെട്രിക്സ് എടുത്തതിന് ശേഷം നമ്മൾ, അപ്പം ഈ ഒരു രീതിയിലാണല്ലോ ട്രാവേഴ്സ് ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ ഒറിജിനൽ മെട്രിക്സിൽ എ ടു ഡി എന്ന് പറഞ്ഞ പോയിൻ്റ്, അപ്പം എ ടു ഡി എത്രയാണ്? 3. അപ്പോൾ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. പ്ലസ് അടുത്ത പോയിൻ്റ് എത്രയാണ്? ഡി ടു ബി ആണ്. അപ്പോൾ ഒറിജിനൽ മെട്രിക്സിൽ ഡി ടു ബി പോകുമ്പോൾ 3 ആണ്. അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക. പ്ലസ് അടുത്ത പോയിൻ്റ് ഏതാണ്? ബി ടു സി. ഒറിജിനൽ മെട്രിക്സിൽ ബി ടു സി എത്രയാണ്? 9. ഓക്കെ, അതുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഹബ്ബിൽ നിന്ന് തുടങ്ങിയിട്ട് ട്രാവേഴ്സ് ചെയ്ത് എല്ലാ അഡ്രസ്സിലും പോയിട്ട് തിരിച്ച് ആ ഹബ്ബിലെത്താം അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എ ടു ഡിയുടെ വാല്യൂ എഴുതി, ഡി ടു ബിയുടെ വാല്യൂ എഴുതി, ബി ടു സിയിലെ വാല്യൂ എഴുതി, തിരിച്ച് സിക്ക് എയുടെ അടുത്ത് വരണ്ടേ? അപ്പം സി ടു എ. അപ്പോൾ ഒറിജിനൽ മെട്രിക്സിൽ സി ടു എ എത്രയാണ്? 1. ആ 1ഉം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ വാല്യൂസ് ആഡ് ചെയ്യുമ്പം 3 + 3 6 + 9 15 + 1 16. കണ്ടോ, ഈ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് ഇത്രയും ഇൻഫിനിറ്റൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് ആ ഒരു വാല്യൂ ഈ പാരൻറ്റ് മെട്രിക്സിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് കറക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ 2 വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഈ കോസ്റ്റും അതുപോലെ തന്നെ ഈ പോയിൻറ്റുകൾ, ഈ ട്രാവേഴ്സ് ചെയ്ത പോയിൻറ്റുകൾ ഇത് കറക്റ്റ് ആയതുകൊണ്ടാണ് ആ പോയിൻ്റ് ഒറിജിനൽ മെട്രിക്സിൽ നിന്ന് വാല്യൂ എടുത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇത്രയും സോൾവ് ചെയ്തത് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഒരു വാല്യൂ എപ്പോഴും സെയിം ആയിട്ടേ വരത്തുള്ളൂ. ആ വാല്യൂവും ഈ കണ്ടുപിടിക്കുന്ന വാല്യൂവും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, സോ ഇതാണ് ഇന്നലെ പഠിപ്പിച്ച ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിൾ. ബ്രാഞ്ച് ആൻഡ് ബോണ്ട് വഴി ചെയ്യുന്നതാണ്. അപ്പം ഇത് എനിക്ക് പറ്റുന്ന രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ.